ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഇൻകം ടാക്സ് നമുക്ക് ITR ഫയൽ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സെപ്റ്റംബർ 15 വരെയാണ് തന്നെ ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ITR ഫയൽ ചെയ്യുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ഇപ്പോൾ കുറേ കമൻസും ക്വറീസൊക്കെ വരാറുണ്ട്. അതായത് നമ്മുടെ ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമുക്ക് ITRൽ കാണിക്കണോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സിനെതിരെ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഇൻകം ടാക്സ് നോട്ടീസൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ 2-3 ഫ്രണ്ട്സുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടം ആൾക്കാർക്ക് നമുക്ക് ക്രെഡിറ്റ് കാർഡ് പേയ്മെൻറ്റ്സിന് അഗെയിൻസ്റ്റ് ആയിട്ട് കുറേ ഇൻകം ടാക്സ് നോട്ടീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടാക്സ് അടക്കാനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവമാണ് ഫുൾ സംഭവമാണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസർ ആണെങ്കിൽ ഫുൾ വീഡിയോ കാണാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിൽ ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് നോർമലി നമ്മൾ ഇപ്പോൾ ആദ്യത്തെ സംശയം ഞാൻ എന്തായാലും പറയാം. അതായത് എല്ലാവർക്കും ഉള്ള സംശയം ഇതാണ്. നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻ നമ്മുടെ ITRൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളൊരു സംശയമാണ് ഉള്ളത്. ശരിക്കും അതിന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. നിങ്ങൾ ഇത്രയും പോലത്തെ ക്രൈറ്റീരിയ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ITRൽ നിങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ സാധനം ചെയ്യണം കേട്ടോ. അതാണ് സംഭവം. എന്താ വെച്ചാൽ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ബില്ല് 1 lakhന്റെ മുകളിൽ ബില്ല് അടയ്ക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും ITRൽ നിങ്ങൾ ഫയൽ ചെയ്യുമ്പോൾ ഷോ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് 10 ലക്ഷത്തിൻ്റെ മുകളിൽ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ കുറേ പേരുകൾ കാർ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ, അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സംഭവമാണ്. ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതായത് ഇപ്പോൾ 10 ലക്ഷം ഒന്നും അല്ല, 5 ലക്ഷത്തിൻ്റെ മുകളിൽ 3 ലക്ഷത്തിൻ്റെ മുകളിൽ ചെയ്യുന്നവർക്കൊക്കെ, അതായത് ഒറ്റ ട്രാൻസാക്ഷൻ ചെയ്യുന്നവർക്ക് തന്നെ ആ ഹൈ എമൗണ്ട് ട്രാൻസാക്ഷൻ റിപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ റൂളുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്, അവർ ആക്ച്വലി അവർക്കൊരു ഫോം ഉണ്ട്. അത് ആക്ച്വലി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇൻകം ടാക്സിനെ അത് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 2 ലക്ഷത്തിൻ്റെ മുകളിൽ 3 ലക്ഷത്തിൻ്റെ മുകളിൽ തന്നെ ഒരു പേയ്മെൻറ്റ്, അതായത് ഒറ്റയടിക്കുള്ള വൺ ടൈം പേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ITR ഫയൽ ചെയ്യുമ്പോൾ അത് കാണിക്കുകയായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി അങ്ങനത്തെ ഒരു റൂളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ മറക്കണ്ട. പ്രത്യേകിച്ച് ITR ഫയൽ ചെയ്യുമ്പോൾ ചെയ്യാൻ മറക്കണ്ട. അല്ലാത്ത പക്ഷം നിങ്ങളിപ്പോൾ കുറേ ട്രാൻസാക്ഷൻ കൂടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി നിങ്ങൾക്കൊരു 10 ലക്ഷത്തിന് മുകളിൽ ആനുവലി ക്രെഡിറ്റ് കാർഡ് ബില്ലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങളത് നോർമലി ഇൻകം ടാക്സിൻ്റെ സൈഡിൽ നിന്നൊക്കെ ബില്ല് വരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ കുറേ പേരെന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല ലിമിറ്റ് ഉള്ളവർ തന്നെ ഇപ്പോൾ എന്താ പറയുക, ഈ റൺ പേയ്മെൻറ്റ് ത്രൂ അങ്ങനെ റെക്കറിങ്, അതായത് എല്ലാ മാസം ഇപ്പോൾ ചിലപ്പോൾ 1 ലക്ഷം രൂപ എടുത്തു, അടുത്ത മാസം പിന്നെ 1 ലക്ഷം രൂപ എടുത്തു, അങ്ങനെ നിങ്ങൾ എല്ലാവരും മാസം 1 ലക്ഷം രൂപ എടുത്തു കഴിഞ്ഞാൽ 10 മാസം ആകുമ്പോൾ 10 ലക്ഷമായി. അപ്പോൾ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയായാലും ബില്ല് വരും, ഇൻകം ടാക്സ് നോട്ടീസ് വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട. ഇതേപോലെ തന്നെ റെക്കറിങ് ആയിട്ടുള്ള ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കാനും മറക്കണ്ട. അപ്പോൾ അതുപോലെ തന്നെ ITR ഫയൽ ചെയ്യാത്തവർ ഫയൽ ചെയ്യുക. നോർമലി 3 ലക്ഷത്തിൻ്റെ മുകളിൽ ആനുവൽ ഇൻകം ഉള്ളവർ ITR ഫയൽ ചെയ്യുന്നതാണ് നിയമം. 7 ലക്ഷത്തിന് മുകളിലായാലും മാത്രമേ നമുക്ക് ടാക്സ് സെഷൻ വരുള്ളൂ. പക്ഷേ മറ്റവർ ജസ്റ്റ് ചുമ്മാ ഫയൽ ചെയ്ത് വെക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ITR നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ 2024 പകുതിക്കൊക്കെ ശേഷം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സ് അപ്രൂവൽ ആയിട്ടൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ റെഫറൽ ലിങ്കുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് കൂടെ അപ്ലൈ ചെയ്യാൻ നോക്കിയേക്കാം. നമ്മുടെ റെഫറൽ ലിങ്കാണ്, കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ അപ്രൂവൽ ആയിട്ടൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി നമ്മൾ ക്രെഡിറ്റ് കാർഡ്സ് ലോൺസൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി ചോദിക്കാനുള്ള സംഭവം എന്താവും, ഒന്നെങ്കിൽ സാലറി സ്ലിപ്പ് ചോദിക്കും, അല്ലെങ്കിൽ ITR സ്ലിപ്പ് ചോദിക്കും. ആ സംഭവമാണ് ഇത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് 3 ലക്ഷം ആണെങ്കിലും 4 ലക്ഷം ആണെങ്കിലും ITR ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ സ്ലിപ്പ് കിട്ടും. ടാക്സ് അടയ്ക്കേണ്ടൊന്നും വരില്ല, പക്ഷേ സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് നിങ്ങൾക്ക് ഇതേപോലെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ITR ഇന്നലെ ഫയൽ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് സെപ്റ്റംബർ 15 വരെ ടൈമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ മറക്കണം, അല്ലെങ്കിൽ പിന്നെ ഫൈനും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നത് ഇപ്പോൾ റീസെൻ്റ് ഞാൻ പറഞ്ഞല്ലോ, കുറേ പേർക്ക് ഇൻകം ടാക്സ് നോട്ടീസ് ഓൺ ക്രെഡിറ്റ് കാർഡ് ബില്ല് വരുന്നുണ്ട്, ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഇത് ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ എത്രയോ 10 ലക്ഷത്തിന് 20 ലക്ഷത്തിനാണ് കുറേ പേർക്ക് നോർത്തിലൊക്കെ വന്നു കഴിഞ്ഞിട്ട് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്യണവർ ഇത് ഓർത്ത് വയ്ക്കാൻ മറക്കണം കേട്ടോ. എന്തെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വാട്സപ്പിൽ ഇത് അയക്കേണ്ട. അത് ആക്ച്വലി നമ്മുടെ ബിസിനസ് വാട്സപ്പാണ്, നമ്മുടെ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ലിങ്കുകളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ട് പേജ് ഫോളോ അടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.